ഇനിയിപ്പോൾ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വോട്ട് വേണ്ട എന്ന്. വേറെ ആരാണ് ഇതുവരെ വോട്ട് വേണ്ട എന്ന് അസന്നിഗ്ധമായി എം സ്വരാജ് പറഞ്ഞിട്ടുണ്ട്? ഈ ഈ കാര്യങ്ങളിൽ വളരെ കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന ആരാണ്? കേരളത്തിന് മുഖ്യമന്ത്രിക്കല്ലേ? അദ്ദേഹം വേദന മാറ്റാൻ നടക്കുകയല്ലേ അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വിഷമമുണ്ട്, നിങ്ങൾക്ക് വേദനയുണ്ട്, ആ വേദനയും കൊണ്ട് നടക്കൂ. ഇതൊരു വിഷയമല്ലേ? ഈ വിഷയം ഉന്നയിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തിയതല്ലേ? SDP-യുടെ വോട്ട് വേണോ വേണോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ആവർത്തിച്ച് ചോദിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ടാ? ആ വോട്ട് അവിടെ സ്വീകരിക്കില്ല എന്ന നിലപാട് ആ ഘട്ടത്തിൽ കോൺഗ്രസിന് വ്യക്തമാക്കാൻ കഴിയില്ലായിരുന്നു. ഞാൻ ആവർത്തിച്ച് രണ്ടാമത്തെ ദിവസവും പറയുന്നു, 18,000 വോട്ടിന് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കളയും എന്നൊന്നും വിചാരിച്ചല്ല കോൺഗ്രസ് ആ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. വലിയ പോരാട്ടം BJP-യുമായി നിൽക്കുന്നു. സരിന്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഇടത് ക്യാമ്പിനും വലിയ ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ആ പോരാട്ടം വളരെ വളരെ കടുത്തതായിരിക്കും. ഇനി അഥവാ ഒരു മാർജിൻ കിട്ടുകയാണെങ്കിലും അത് വളരെ നാരോ ആയിരിക്കും എന്ന് വിചാരിച്ചു പോയപ്പോഴാണ് SDP-യുടെ വോട്ട് വേണ്ടതില്ല എന്ന് ഉറപ്പിച്ചു പറയാനൊന്നും പ്രതിപക്ഷ നേതാവിന് കഴിയാതെ പോയത്. അതിനുശേഷം SDP-യുടെ ആഘോഷമുണ്ടായല്ലോ, കണ്ടു നിൽക്കേണ്ടി വന്നില്ലേ? 18,000 വോട്ടൊന്നും ഒന്ന് സ്വപ്നത്തിൽ പോലും കാണാത്തത് കൊണ്ടാണ്. സമാനമായ സാഹചര്യം ഇപ്പൊ CPM-നുണ്ടെന്നേ. CPM-നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകൾക്കെല്ലാം പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടി വരുന്നത്. പേരാമ്പ്രയിലടക്കം അദ്ദേഹത്തിന് ഈ നിലപാട് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഇനി വേങ്ങരയിൽ പോയിട്ട് SDP-യുടെ വോട്ട് വേണ്ട എന്ന് AK ബാലൻ പറയട്ടെ എന്ന് KM ഷാജി വെല്ലുവിളിക്കുന്നുണ്ട്. പറയുന്നുണ്ടോ? AK ബാലൻ എല്ലാ വെല്ലുവിളിയും ഏറ്റെടുക്കുന്ന ആളാണല്ലോ. പറയുന്നുണ്ടോ? അപ്പൊ ഈ നില നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്. SDP-യുമായി ബന്ധപ്പെട്ട് നമുക്ക് വയനാടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധത്തിലാണോ SDP-യുമായി ബന്ധപ്പെട്ട് CPM ആ നിലയ്ക്ക് പ്രതിരോധത്തിൽ പോകുന്നുണ്ട്.